ഈ മറവിണ്ടല്ലോ അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവാം. അതിനിപ്പോ ആരെയും നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറക്കാതിരിക്കാനുള്ള കുറച്ച് ട്രിക്സ് ഒക്കെ നോക്കാന്ന് മാത്രം. ഒരു മെമ്മോ പാഡ് അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റിന് സംഭവം സെറ്റ് ആക്കിയാലോ. പ്രത്യേകിച്ച് ഇതിനിപ്പോ സ്കൂൾ തുറക്കുമ്പോൾ അസൈൻമെന്റ്, ഹോംവർക്ക്, പഠിക്കാനുള്ള ലിസ്റ്റ് ഒക്കെ സെറ്റ് ആക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കുട്ടപ്പനാക്കാം. പിന്നെ കുറച്ച് ഷീറ്റ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഒരു സൈഡ് മാത്രം ഗ്ലൂ വെച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ മെമ്മോ പാഡിനോ ടു ഡു ലിസ്റ്റിനോ എന്ത് വേണമെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുക. ക്യൂട്ട്നെസ് വാരി എറിയാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഈ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് തോന്നും എന്തിനാ എല്ലാ വീഡിയോസിലും ഗിവ് അവേ എന്ന് ഇങ്ങനെ പറയുന്നതെന്ന്. വേറെ ഒന്നല്ല, ഈ ഒരു മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമ്മൾ ഗിവ് അവേ ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സിനും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ 2-3 ഫ്രണ്ട്സിനെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ, എന്നാലാണ് 2K ഒക്കെ ആവുള്ളൂ. മെയിൻ റൂള് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം, പിന്നെ എന്തെങ്കിലും കമന്റ് ഉണ്ടാവണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും മറക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബൈ.